അങ്ങനെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറാൻ തുടങ്ങിയപ്പോഴേ നല്ല ഫ്രഷ് മീനെയൊക്കെ കിട്ടാൻ തുടങ്ങിയേ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് അത്യാവശ്യം മുട്ടനൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. അതിന് ഇങ്ങനെ ബക്കറ്റിലെ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. കാര്യം വേറൊന്നുമല്ല, എനിക്ക് ഇതിനെ തല്ലിക്കൊല്ലാൻ അറിയത്തില്ല. അത് മാത്രമല്ല, എങ്ങനെയാണ് ഇത് വൃത്തിയാക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എങ്ങാനും ജീവനില്ലാത്ത മീനായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തേനെ. ഈ വലിയ മീനുകളൊക്കെ വെട്ടി വൃത്തിയാക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് വശമില്ല കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് പഠിച്ചെടുക്കണേ. അപ്പൊ എന്നെ ഇന്ന് സഹായിക്കുന്നത് മായ ചേച്ചിയാണ്. മായ ചേച്ചി വന്ന് എനിക്ക് ഈ ഒരു മീനൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ആഹാ ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന്. ഞാൻ വിചാരിച്ചു കുറച്ചധികം പണി കാണുമെന്ന്. പക്ഷെ മായ ചേച്ചി ഇതിനെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു മീൻ വാങ്ങിക്കുകയാണെങ്കിൽ ഞാനത് തന്നെ അങ്ങ് വെട്ടിയെടുക്കും. കാരണം ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് എങ്ങനെ മീൻ വെട്ടേണ്ടതെന്ന്. അങ്ങനെ ഈ ഒരു മീനിന്റെ ചെതുമ്പലൊക്കെ പോകാനായിട്ട് കല്ലിലിട്ട് നന്നായിട്ട് അങ്ങ് ഒരച്ചെടുത്ത് എന്നിട്ട് നല്ലപോലെ അങ്ങ് കഴുകി എടുത്തിട്ട് വറക്കാനായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. വരാല് കറി വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലെന്ന് അറിയാം. പക്ഷെ ഇവിടെ പിള്ളേർ കഴിക്കണമെങ്കിൽ മീൻ വറുത്താലേ പറ്റുള്ളേ. മീൻ കറിയെക്കാട്ടിലും അവർക്ക് കൂടുതൽ ഇഷ്ടം വറുത്ത മീനാണ്. അപ്പൊ ഈ മീനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ആ ഒരു മണമൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇനി നമുക്ക് വറക്കാനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാവേ. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ചാറിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മസാല നമ്മുടെ ഈ ഒരു മീനിലോട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 1.5 മണിക്കൂർ ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് മീനിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടുവേ. ഞാനിവിടെ ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മസാലയൊക്കെ മീനിൽ പിടിച്ച് കിട്ടാനായിട്ട്. എന്നിട്ട് പാനിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് 3-4 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ അടുക്കി പിടിക്കത്തില്ല എന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ആ മീൻ ഓരോന്നായിട്ട് ഇതുപോലെ പെറുക്കി വെച്ച് കൊടുത്തു. ഇനിയിപ്പോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തങ്ങ് എടുത്താൽ മതിയേ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു വരാല് വറുത്തതിന്. എനിക്ക് കൂടുതൽ ഇഷ്ടം വരാല് കറിയാണ്. പക്ഷെ ഇന്ന് എന്തായാലും എന്റെ ഇഷ്ടം നോക്കിയില്ല, പിള്ളേരുടെ ഇഷ്ടത്തിനങ്ങ് മീൻ വറുത്തെടുത്തേ. അങ്ങനെ ഒരു സൈഡ് മൊരിഞ്ഞപ്പം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തു. അങ്ങനെ 2 സൈഡ് നന്നായിട്ട് മൊരിച്ചെടുത്തു. ഇനി വറുത്തമീനൊക്കെ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുന്നതാണല്ലോ അതിന്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ കൈയോടെ തന്നെ ചോറോടെ അങ്ങ് വിളമ്പിയേ. നല്ല ചൂട് ചോറും അതിന്റെ കൂടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ക്യാബേജ് തോരനും പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ചൂട് വരാല് ഫ്രൈയും കൂടെ വെച്ചിട്ട് അത് ഇതുപോലെ കൂട്ടി കുഴച്ചങ്ങ് ഓരോ ഉരുളയാക്കി അങ്ങ് കഴിക്കണം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വരാല് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.